ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഏട്ടൻ നാട്ടിൽ പോയി വന്നപ്പോൾ അത് കുറേ നാട്ടുമാങ്ങ കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി അടിപൊളിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങയൊക്കെ കഴുകി അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഞാനൊരു 6 മാങ്ങ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാങ്ങ കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് വേഗം നമ്മുടെ അരപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ നമ്മൾ ചിരവി വെച്ചത് എടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇടുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഇതിനെ അടിച്ചെടുക്കണം. നിങ്ങൾ പാലക്കാട് ഇതിനെ പുളിമാങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ വയനാട്ടിൽ വന്നപ്പോൾ ഇവരിതിനെ നാട്ടുമാങ്ങ എന്നാണ് പറയുന്നത്. എന്തായാലും സാധനം ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു മണമാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. ആ മണം കേൾക്കുമ്പം തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. മാങ്ങയുടെ സീസണായ ഈ മാങ്ങ എവിടെന്നെങ്കിലൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി വീട്ടിൽ ഉണ്ടാക്കും, എല്ലാ കൊല്ലം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ഞാൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഒഴിക്കുമ്പോൾ ഏകദേശം ഇതിങ്ങനെ ആയിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഉപ്പും പാകമാണെന്ന് നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഓവർ തിളപ്പിക്കരുത്. അടുത്ത് കഴിഞ്ഞ് നമ്മൾ താളിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും അതുപോലെ വറ്റൽമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ തിളച്ച് പാകമായി വരുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ അതാണ് ഞാൻ നെയ്യൊക്കെ എടുത്ത് പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുകും ഉലുവയും അതുപോലെ നമ്മൾ വറ്റൽമുളക്, എന്തെങ്കിലും വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് ഇത് വലിയ താല്പര്യമില്ല എന്നുള്ളത്. മധുരം ആയതുകൊണ്ടാണോ എന്നറിയില്ല. മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. എനിക്കെന്തോ ഈ മധുരക്കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത എൻ്റെ ഹസ്ബൻഡിന് വരെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.